ഇതെന്താ, ഇത് പറയാൻ പാടില്ല. എവിടെയും പറഞ്ഞു. ആ ഗുരുമൂർത്തി വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞു. രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. എല്ലാവരും പറയുന്ന രാഷ്ട്രീയമാണ്, ഞാനും പറയുന്ന രാഷ്ട്രീയമാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് എൻ്റെ ശ്രദ്ധാമൂർത്തിയായ അയ്യപ്പനെ അടക്കം അവഹേളിച്ച ആളുകൾ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഭീഷ്മരെ പോലെ ധർമ്മം ചിന്തിക്കാതെ ഊണ് കഴിച്ചതിൻ്റെ പേരിൽ കൂറ് പുലർത്തുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജയിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, പാറശാല കേരളത്തിൻ്റെ അങ്ങ് സൗത്ത് അറ്റം, പാറശാല മുതൽ എന്താ പറയുക, ആ സ്ഥലത്തിൻ്റെ പേര് ബർക്കള, മറ്റേ കാസർഗോഡ് ആ ഭാഗത്ത്, ഏത് കാസർഗോഡ് അറ്റത്ത് വടക്കേ അറ്റം വരെ 100 കണക്കിന് വേദികളിൽ ഇതേ കാര്യം പ്രസംഗിച്ച ആളാണ് ഞാൻ ഓർത്തു, ഒരു MLA എങ്കിലും നമ്മുടെ കാര്യം നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റുന്ന ഒരു MLA എങ്കിലും ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിച്ചു. ചെയ്യില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മൂഢബുദ്ധികളായ ഒരു വർഗം വേറെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന എല്ലാവരും സാധാരണക്കാരല്ല. കാളിയെപ്പോലെ തർജനിയുടെ ശക്തിയുള്ള, തർജനി എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലിന് അർത്ഥമുള്ളൂ കേട്ടോ. കാളിയെപ്പോലെ തർജനി കൊണ്ടുവേണം അധർമ്മികൾക്ക് മറുപടി. വാളെടുത്ത് വെട്ടണ്ട, ബോംബിട്ട് പൊട്ടിക്കണ്ട. ബോംബ് പൊട്ടിച്ചാൽ പ്രത്യേക സ്നേഹം അവിടെ, മനസ്സിലാവുണ്ടോ? ശാന്തിയോടെ നിൽക്കുന്നവരെ എതിരെയുള്ളൂ കുതിര കയറുക. ബോംബ് പൊട്ടിച്ചാൽ പ്രത്യേക സ്നേഹവും പരിരക്ഷയാണ്. അപ്പോൾ നമ്മൾ ബോംബ് പൊട്ടിക്കാൻ പോകണ്ട, നമ്മൾ കല്ലെറിയാൻ പോകണ്ട, വാളുകൊണ്ട് വെട്ടാൻ പോകണ്ട, നമ്മൾ ചൂണ്ടുവിരൽ കൊണ്ട് പ്രതികരിക്കണം. ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നിടത്ത് ധർമ്മബുദ്ധി ഉണരണം. അതിൻ്റെ അകത്ത് കയറി നിൽക്കുമ്പോൾ വിജയേട്ടൻ്റെ മുഖം, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തായിരുന്നു ആ കടലക്കരയുടെ ടേസ്റ്റ്, ആ കിറ്റിൽ തന്ന, അതല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ അയ്യപ്പനെ, എൻ്റെ ധർമ്മമൂർത്തികളെ, എൻ്റെ ആചാര്യന്മാരെ 24 മണിക്കൂർ നിന്ദിക്കുന്ന, എൻ്റെ ഹിന്ദുധർമ്മത്തിന് യാതൊരു ചരിത്ര നിലനിൽപ്പില്ലെന്ന് പറയുന്ന, ഇതിനെതിരെ ഭാഷ്യങ്ങൾ ചമയ്ക്കുന്ന ഈ കൂട്ടർക്ക് ഞാൻ എൻ്റെ ജന്മകാലത്ത് വോട്ട് ചെയ്യുകയില്ല. അപ്പോൾ സ്വാമിജി വിചാരിക്കും, ഇയാളെ ഇപ്പോൾ ധർമ്മപ്രഭാഷണത്തിന് വിളിച്ച് ഞാൻ കഷ്ടമായല്ലോ എന്ന്. ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിനും അറിയാം എന്തിനാണിത് പറയുന്നതെന്നറിയോ. നമ്മളിവിടെ കൂടും, ഇതിലേറെ ആളുകൾ കൂടും. ഞാൻ 4000 ആളുകൾ കൂടിയ സദസ്സിൽ സംസാരിച്ചിട്ടുണ്ട് ശബരിമല സമയത്ത്. ഞാൻ ഓർത്തു ഇതൊക്കെ നമുക്ക് എന്തായാലും ഒരു ധാർമ്മികമായ മാറ്റം ഉണ്ടാകും, ഈ പറഞ്ഞ ഈ ദുഷ്ട സർക്കാരിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. നടന്നില്ല. അപ്പോൾ ആ ഒരു നിരാശയല്ല, അത്ര അധർമ്മം നമ്മുടെ അടിവേര് പോലെ, അല്ലെങ്കിൽ ഭയം. മറിയക്കുട്ടി അംബാനിയുടെ സഹോദരി എന്നാണ് പറയുന്നത്. മറിയക്കുട്ടി അറിയില്ലേ? മറിയക്കുട്ടി ദേശാപമാനി എന്ന പത്രത്തിൽ എഴുതിയിരിക്കുകയാണ്, മറിയക്കുട്ടിക്ക് സ്വന്തം വീടുണ്ട്, 2 ബെൻസുകാരൻ്റെ 2 വാടകയ്ക്ക് ഓടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു പാവപ്പെട്ട സ്ത്രീ അവർക്ക് പെൻഷൻ കിട്ടാതെ അന്നം മുടങ്ങിയപ്പോൾ ഭിക്ഷാപാത്രം എടുത്ത് തെണ്ടിയതിന് പോലും അവരുടെ വീട്ടിലേക്ക് കല്ലെറിയുന്ന നരാധമന്മാരെ വീണ്ടും ജയിപ്പിക്കുമ്പോൾ എന്ത് തരം ആത്മീയതയാണ് നിങ്ങളിലുള്ളത്? അത് എന്ത് തരം ആത്മീയതയാണ്? വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഒരു നായയെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി 1000 തവണ ജന്മമെടുക്കാനും ഞാൻ തയ്യാറാണ്, മോക്ഷം എനിക്ക് വേണ്ട. ഒരു മനുഷ്യ സ്ത്രീ പട്ടിണിയായിട്ട് അവർ പിച്ചച്ചട്ടിയോട്ട് ഇറങ്ങിയപ്പോൾ അവരുടെ വീട്ടിൽ രാത്രി കല്ലെറിയുന്ന ഒരു നരാധമന്മാരുടെ കൂട്ടത്തിന്, അസുര പടയ്ക്ക് വീണ്ടും വീണ്ടും വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടത്തെ പോലെ അധർമ്മികൾ ഭൂമിയിൽ എവിടെ ഉണ്ടാകുന്നു? ഞാൻ പറഞ്ഞത് അസത്യമാണ്, നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരാളെങ്കിലും നട്ടലുള്ള ആളുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് തലച്ചോറാണ്, ബുദ്ധി വേണം. തലച്ചോറ് മാത്രം പോരാ, തലയെയും അരയെയും കൂട്ടിയിണക്കുന്ന ഒരു പാലം വേണം. അതിൻ്റെ പേരാണ് നട്ടല്. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് കുറച്ച് രൂക്ഷമായി തോന്നാം. പക്ഷേ ഗീത പഠിക്കുന്നു, മകൾക്ക് ഗീതയ്ക്ക് പ്രൈസ് കിട്ടി. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലുള്ള ഒരു സ്ത്രീയുടെ മകൾ ചിന്മയ മിഷൻ നടത്തിയ, ചിന്മയ മിഷൻ സ്കൂളിലാണ് അവൾ പഠിച്ചത്. ചിന്മയ മിഷൻ നടത്തിയിട്ടുള്ള, എനിക്കൊന്ന് അഖിലേന്ത്യാ തലത്തിലോ അഖില കേരള തലത്തിലോ ഉള്ള ഗീത ചാൻറ്റിങ് കോമ്പറ്റീഷൻ, ഭഗവത്ഗീത ജപിക്കുന്ന കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം കിട്ടി അവൾക്ക്. ഷീ ഷുഡ് ഫസ്റ്റ്. അവൾ ഫസ്റ്റ് സമ്മാനം കിട്ടി, 1ാം റാങ്കുകാരിയായി അവൾ. എന്തിന്? ഭഗവത്ഗീതയിലെ 701 ശ്ലോകങ്ങളും മനപ്പാഠം ചൊല്ലുകയും അർത്ഥം പറയാനും കഴിവുള്ള കുട്ടിയാണ് അവൾ. ഇപ്പോൾ എവിടെയാണ്? സിറിയയിലാണ്. അവളുടെ പേരാണ് നിമിഷ ഫാത്തിമ. എന്താ, ഞാൻ കള്ളം പറയല്ല, ഞാൻ കള്ളം പറയുക. നിങ്ങൾക്ക് റിസർച്ച്, നിങ്ങൾ നോക്കാതൊക്കെ. അപ്പോൾ ഗീത മനപ്പാഠം പഠിച്ചു, പക്ഷേ
സ്വധർമ്മത്തോട് ഒരു കൂറുമില്ലാത്തതുകൊണ്ടല്ലേ പെറ്റമ്മയെപ്പോലും ഉപേക്ഷിച്ച ഒരു കുട്ടി അതും ഭീകരവാദികളോട് പോയിട്ട് കൂട്ടുചേരുന്നത്. ഇങ്ങനെയുള്ള പഠനം കൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറിവ് ആചരണമായി തീർന്നില്ലെങ്കിൽ ആ അറിവ് നമ്മെയും മറ്റുള്ളവരെയും ദുഷിപ്പിക്കും. പിന്നെ ചില സ്വാമിമാരുണ്ട്, പേര് പറയുന്നില്ല, യൂട്യൂബിലുണ്ട് ഇഷ്ടം പോലെ. എവിടെയൊക്കെ മർക്കസ് സമ്മേളനം അല്ലെങ്കിൽ മറ്റേ സമ്മേളനം അവിടെയൊക്കെ പോയിട്ട് ബിസ്മില്ലാഹി റഹിമാനി റഹീം ഒക്കെ ചൊല്ല്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യവനൊക്കെ കാവ്യ കൊടുത്ത് നടക്കുന്നത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടാണ്. ഒരു സ്വാമി പറയുകയാണ്, എന്ത്, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞ സിമ്പിൾ റീസൺ, DNA പരിശോധനയിൽ ഫലം തെളിയും. അങ്ങനെ ഒരു ഹിന്ദുവായി ജനിച്ച് സന്യാസം എന്ന മഹത്തായ ധർമ്മം, 4ാമത്തെ ആശ്രമം എടുത്ത് വിരജാഗ്നിയിൽ സ്വന്തം ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശരീരം പോലും താനല്ല, ആത്മസ്വരൂപമായ അഗ്നിയാണ് താനെന്ന് വിശ്വസിക്കുന്ന ഒരു സന്യാസി ഞാൻ എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ കഴിക്കാറില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൻ്റെ വാപ്പ അടുത്തെവിടെയോ ഉണ്ടെന്നാണ്. ഒരു സംശയമില്ല. ഇവനെത്ര വേദികൾ കിട്ടുന്നു, ഗുരുമൂർത്തിയെ വിളിക്കില്ല. ഇവനെത്ര, ഞാൻ ഞെട്ടിപ്പോവാണ്. മതേതര സമ്മേളനത്തിലൊക്കെ ഈ സ്വാമിമാരുണ്ട്, ചാന്തിഗിരിയിലുണ്ട് കുറേ പേര് അങ്ങനെ ഈ ബിസ്മി ചൊല്ലുന്നവർ. ഞാൻ കുറ്റം പറയുകയല്ല. ഇവർ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുധർമ്മത്തിൻ്റെ മഹത്വം പുറത്തറിയിക്കാതിരിക്കുക, ഇതര ധർമ്മികളോട് പണം വാങ്ങിയോ മറ്റ് സൗകര്യങ്ങൾ സ്വീകരിച്ചോ അവരോട് വിധേയപ്പെട്ടുകൊണ്ട് സ്വന്തം ധർമ്മത്തിന് ഇല്ലാത്ത മഹത്വം മറ്റതിന് ചാർത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇവർ നമ്മുടെ ബന്ധുക്കളല്ലെന്ന് മാത്രമല്ല ദുര്യോധനാദികളെക്കാൾ ദോഷം ചെയ്യുന്നവരാണ്. കാരണം നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടി ഭീകരവാദികൾ കൂടെയാണ്. ഇപ്പോൾ സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ്, ഞങ്ങളെയും കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന്. ഞങ്ങളെയും കൂടി എന്തിനു വേണ്ടി നിങ്ങൾ ഈ ഭാരതത്തെ ഉപേക്ഷിച്ചു, എന്തിനു വേണ്ടി ജനിച്ച സംസ്കാരത്തെ ഉപേക്ഷിച്ചു? ഇപ്പം തിരിച്ചു വരാൻ എന്താ കാരണം? പ്രസവിച്ചിട്ട് നേരൊക്കെ സമയമില്ല. ഞാൻ തമാശ പറയില്ല, പ്രസവം നിർത്തിയിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റണ്ടേ? അത് ആരുടെ കുഞ്ഞുങ്ങളാണ്? മുഖമില്ലാത്ത ഏതൊക്കെയോ കാട്ടുഭീകരവാദികളുടെ കുട്ടികൾ. ഇതൊക്കെ കണ്ടിട്ടും പത്രത്തിൽ വായിച്ചിട്ടും എൻ്റെ മോളല്ലല്ലോ എന്ന് ആശ്വസിക്കുന്ന ഭീഷ്മ പിതാമഹികളുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? എൻ്റെ മോളൊന്നുമല്ലല്ലോ. ഇങ്ങനെ പലതരത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗീത മുഴുവൻ, ഞാനിപ്പോൾ ഇവിടെ കിടന്നിട്ട് ഗീതയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ പഠിച്ചാലും സാമൂഹിക യാഥാർത്ഥ്യവും ജനാധിപത്യത്തിൽ ഹിന്ദുക്കൾ മാത്രം അങ്ങനെ വഞ്ചിക്കപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ 100 ആണ്ട് കഴിഞ്ഞാലും ഈ അടി നമ്മൾ കൊള്ളും. അതുകൊണ്ട് എന്തും പഠിക്കുക, ആചരിക്കുക, സമ്യക്കായിട്ടെല്ലാം ആചരിക്കുക. പക്ഷേ ജനാധിപത്യം എന്ന സമ്പ്രദായത്തെ നാം വരവേറ്റത് കൊണ്ട് വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു, ഐ ആം എ സോഷ്യലിസ്റ്റ് നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ചോയ്സസ് ബട്ട് ഹാഫ് എ ലോഫ് ഇസ് ബെറ്റർ ദാൻ നോ ബ്രെഡ്. സ്വാമിജി പറഞ്ഞു, ഞാനൊരു സോഷ്യലിസ്റ്റാണ്. അതിൻ്റെ കാരണം ഞാനൊരു വേദാന്തിക് സോഷ്യലിസ്റ്റാണ്. അതിൻ്റെ കാരണം സോഷ്യലിസം ഏറ്റവും മികച്ച സമ്പ്രദായം ആയതുകൊണ്ടല്ല, പക്ഷേ ഒരു കഷണം ബ്രെഡ് ഇല്ലാത്തതിലും നല്ലതല്ലേ എന്ന്. മനസ്സിലായോ? അരപ്പാത്രം ചോറ് കിട്ടാത്തതിലും നല്ലതല്ലേ? അതുപോലെ നമുക്ക് കിട്ടാവുന്നതിൽ കുഴപ്പമില്ലാതെ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നൊരു സമ്പ്രദായമാണ് ജനാധിപത്യം. പക്ഷെ അതിലെ ചതിക്കുഴി എന്താണ്? സിമിയിൽ പ്രവർത്തിച്ച് കൃത്യമായ ഭീകരവാദ സമ്പ്രദായത്തെ പിന്തുടരുന്ന ഒരാൾക്ക് പോലും മന്ത്രിയാവാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറയുന്നത് യോഗി ആദിത്യനാഥിൽ ഞാൻ വലിയൊരു പ്രത്യാശ കാണുന്നുണ്ട്. എന്തെന്നറിയോ? സന്യാസിമാർക്കും ധർമാചാര്യന്മാർക്കും ഇലക്ഷനിൽ നിന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആവാൻ പറ്റും. അത് കേരളത്തിൽ നമ്മൾ ഭയങ്കര എന്താ പറയുക, നിർഗുണന്മാരാണ്. നിർഗുണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു ഗുണവുമില്ല. തല്ലിയാലും ഓക്കെ, തുപ്പിയാലും ഓക്കെ. അത് ശരിയല്ല. അത് അത്തരത്തിലുള്ള അദ്വൈതം നമ്മളെ നശിപ്പിക്കും. അപ്പം നമ്മളിൽ പലരും അത്തരത്തിൽ യോഗ്യതയുള്ളവരാണ്. എന്ത്? അറിവുള്ളവർ, ആചരണമുള്ളവർ. അവർ എന്ത് ചെയ്യണം? യോഗി ആദിത്യനാഥിനെ പോലെ ഇലക്ഷനിൽ നിന്ന് ഇവിടെ ജയിച്ച് കേരളത്തെയും ഒരു സന്യാസി ഭരിച്ചാൽ എന്താ കുഴപ്പമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ക്രിസ്ത്യൻ മഠങ്ങളിൽ നിന്നും കൃത്യമായിട്ട് അവർ പോയി വോട്ട് ചെയ്യും. ഹിന്ദുക്കളുടെ എത്ര സന്യാസി മഠത്തിൽ നിന്ന് ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്? മാതാ അമൃതാനന്ദ മഠത്തിൽ നിന്ന് വോട്ട് ചെയ്യാറുണ്ട്. ബാക്കി എത്ര മഠങ്ങളിൽ നിന്ന് പോയിട്ട് വോട്ടിങ്ങിന് കറക്റ്റായിട്ട് വോട്ട് ചെയ്യാറുണ്ട്? ഹിന്ദുക്കൾ ആരെങ്കിലും പുറത്ത് ഒരു മഴ പെയ്താൽ അതിൻ്റെ പേര് വീട്ടിലിരിക്കില്ലേ? വോട്ട് ചെയ്യുമോ? ഇല്ല.
ഗീത പഠിക്കും. ഈ ഗീതയടക്കം എടുത്ത് ചുടണം എന്ന് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ബസ് സ്റ്റോപ്പിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു വേദി കെട്ടിയിട്ട് ഒരുത്തം പ്രസംഗിക്കുകയാണ്. 4 അക്ഷരമുള്ള സംഘടനയാണ്. ഇന്ത്യയിൽ ബാക്കി എല്ലാ സ്ഥലത്തും അതിൻ്റെ പേര് DYFI എന്നാണ്. കാശ്മീരിൽ മാത്രം DYFK എന്നാണ്. അന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ പ്രസംഗിക്കുകയാണ്, മനുഷ്യനെ ചാതുർവർണ്ണ്യത്തിൻ്റെ ചക്കിൽ കെട്ടുന്ന ഭഗവത്ഗീത ചുട്ടിരിക്കണം. ഇത് ഖുർആനെ പറ്റി പറയോ? തലയുണ്ടാവില്ല. വളരെ സിമ്പിളാ കാര്യം. ബൈബിളിനെ പറ്റി പറയോ? പിന്നെ അവൻ ജയിക്കില്ല അവിടെ. ഹിന്ദുക്കൾ പക്ഷേ ഇവൻ തന്നെ വന്ന് ചിരിച്ചുകൊണ്ട് കിറ്റ് കൊടുക്കുമ്പോൾ വാങ്ങിയിട്ട് അവൻ തന്നെ വോട്ട് കൊടുക്കും. ഇത് എന്തിനാ ഈ പറയുന്നത്? ധർമ്മപ്രഭാഷണ ആൾക്കാരുടെ വിചാരം കടിച്ചാൽ പൊട്ടാത്ത കുറേ സംസ്കൃത ശ്ലോകം ചൊല്ലിയിട്ട് നിങ്ങൾക്കും എനിക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ, ദഹിക്കാത്ത കാര്യങ്ങൾ പറയാന്നുള്ളൂ. അല്ല, അയ്യപ്പൻ നമ്മുടെ ശ്രദ്ധാമൂർത്തിയാണ്. അയ്യപ്പൻ എന്ന ഗുരുവാണ് നമ്മളെ ഒന്നിപ്പിച്ചത്. അയ്യപ്പനിലൂടെ തന്നെ ദക്ഷിണേന്ത്യയിൽ വലിയൊരു ഹിന്ദു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും എന്നതിൻ്റെ പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നമ്പൂതിരിയും പറയനും തൊട്ടുരുമി പോകുന്ന വേറെ തമ്പലമുള്ളൂ. ഞാൻ നമ്മളെ ജാതിഭേദം ഉണ്ടെന്ന് പറയുമ്പോഴും ആ ഏത് ജാതിക്കാരനാണ് ഏത് നാട്ടുകാരെന്ന് പോലും അറിയാതെ ആ നടപ്പെന്നുള്ളത് നടച്ചാൽ മതി. നമ്മൾ ശ്വാസം പങ്കിട്ട് കഴിക്കും. ശരിയോ തെറ്റോ? ശരിയല്ല. നമ്മൾ ശ്വാസങ്ങൾ 16 മണിക്കൂറൊക്കെ അങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോൾ ഇവൻ ഏത് ജാതിക്കാരനാണ് തൊട്ടുവിടാൻ അവൻ്റെ ശ്വാസം നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മളെ ജാതിഭേദത്തിൻ്റെ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ആ വേദാന്ത വാക്യത്തിൻ്റെ അനുഭവത്തെ ആചരണത്തിലൂടെ കാണിച്ചു തരുകയും ചെയ്ത അയ്യപ്പസ്വാമിയെ വിശ്വസിച്ച് കറകളഞ്ഞ വിശ്വാസികൾക്ക് ഈ അയ്യപ്പസ്വാമിയെ അവഹേളിച്ച ഒരു വ്യവസ്ഥയ്ക്കും വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. പറ്റുമോ? ഇല്ല. കാരണം അയ്യപ്പൻ, ഞാൻ എപ്പോഴും ഇത് നിർത്താനുള്ളൊരു സൂചനയാണോ? അല്ല. പക്ഷേ താങ്ക് യു. അല്ല, അങ്ങനെയും ചില കമ്മിറ്റിക്കാരങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ അതില്ല. ഭാഗ്യം. കുറേ പറഞ്ഞില്ല ഇനി വെള്ളം കുടിച്ചൂടെ എന്ന്. അങ്ങനെ ഇതെവിടെ അങ്ങനെയല്ല. ആത്മാർത്ഥമായിട്ട് നിന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ശ്രീകൃഷ്ണൻ പറഞ്ഞു, ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വാ ഉത്തിഷ്ഠ പരന്തപ. അർജുന, ഈ യുദ്ധത്തിന് വേണ്ടി നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഇത്രയും ക്യാപ്റ്റന്മാരും ഇത്രയും പടയാളികളും ആളുകളൊക്കെ യുദ്ധഭൂമിയിൽ വന്ന് നിൽക്കുമ്പോൾ നീ പറയുന്നു നിനക്ക് സന്യാസത്തിന് പോകണമെന്ന്. എന്തിനാണ് കൃഷ്ണ യുദ്ധം? അവരും നമ്മളും ഒന്നല്ലേ? ഇവിടുത്തെ അദ്വൈതമാണ്. മഹാഭാരതത്തിലെ അർജുനൻ പറഞ്ഞ ഭാഗമൊക്കെ നമ്മളിപ്പോൾ പറയുന്ന അദ്വൈതമാണ്. പാവം ദുര്യോധന വേദനിക്കില്ലേ? എടാ പൊട്ടാ, നിൻ്റെ ഭാര്യയ്ക്ക് അവൾ ഒരു പിടിച്ച് വലിച്ചപ്പോൾ വേദനിച്ചില്ലേ? അത് കുഴപ്പമില്ല, അത് ഞാൻ മെല്ലെ തലോടി കൊടുത്തോളാം, എൻ്റെ ഭാര്യയല്ലേ. അങ്ങനെയുള്ള ഒരു ദുർബലത നമുക്കുണ്ട്. ദുർബലത ശത്രുവിൻ്റെ മുമ്പിൽ ഒരു കാരണവശാലും ദുർബലത കാണിക്കരുതെന്ന് മാത്രമല്ല, ശക്തിയും ശൈമുഷിയും കാണിക്കുകയും വേണം. മഹാഭാരതം വായിക്കണം. നമുക്കൊരു പ്രശ്നമുണ്ട്, ക്ലാസ് മാറി പഠിക്കുക എന്നുള്ളത്. പോസ്റ്റ് ഡോക്ടറൽ തീസിസ് പോലെയാണ് അദ്വൈത വേദാന്തം. അത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മണ്ടന്മാരാണ് നമ്മൾ. എഞ്ചുവടിയോ മണിച്ചട്ടമോ എണ്ണി പഠിക്കുന്നതിന് മുമ്പ് പോസ്റ്റ് ഡോക്ടറൽ തീസിസ് പുസ്തകം വായിച്ചിട്ട് മനപ്പാഠം പഠിച്ച് ഉരുവിടുകയാണ്. ഒന്നും മനസ്സിലായിട്ടില്ല. നേരത്തെ അമ്മ പറഞ്ഞ പോലെ വീടിൻ്റെ പ്ലാൻ വരച്ചിട്ട് അതിൽ താമസിക്കുക മനസ്സുകൊണ്ട്. മഴ കൊള്ളില്ലെന്ന് വിശ്വസിക്കുക, വെയിലടിക്കില്ലെന്ന് വിശ്വസിക്കുക. എത്ര മണ്ടന്മാരാണ് നമ്മൾ. അപ്പോൾ സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ അതിനൊരു ക്രമമുണ്ട്. ക്രമികമായി ശാസ്ത്രങ്ങൾ പഠിക്കണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗൃഹസ്ഥർ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ പൂർവികർ തന്നു പോയിട്ടുള്ള ഏറ്റവും മികച്ച സാഹിത്യ കൃതികളാണ്, അല്ലെങ്കിൽ ധർമ്മോപദേശ കൃതികളാണ് രാമായണവും മഹാഭാരതവും. രാമായണവും മഹാഭാരതവും തത്വത്തിൽ അറിഞ്ഞ് പഠിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. കാരണം രാമായണത്തിലും മഹാഭാരതത്തിലും ഇഹലോകത്ത് നിന്ന് അപ്പുറത്തുള്ളൊരു കാര്യമല്ല പറയുന്നത്, ഇഹലോകത്തുള്ള പ്രശ്നങ്ങളെയാണ് പറയുന്നത്. രാമനും ശ്രീകൃഷ്ണനും എല്ലാം ഗൃഹസ്ഥരാണ്. അവർ നിത്യവും ഉപാസന ചെയ്യുന്നവരാണ്. എന്താണ്? കൗസല്യ സുപ്രജ രാമ പൂർവാസന്ധ്യാപ്രഭ. എന്താ? രാമ എണീറ്റോ പോയി സന്ധ്യാവന്ദനം ചെയ്തോ എന്നാണ്. വളരെ സിമ്പിളാണ്. രാമ അതാ സന്ധ്യാവന്ദനം, സൂര്യൻ വന്നിരിക്കണം, സന്ധ്യാവന്ദനം ചെയ്യണം. നമ്മെ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന 2 ടെക്സ്റ്റുകളാണ് രാമായണവും മഹാഭാരതവും. പക്ഷെ നമുക്കതിൽ താല്പര്യമില്ല. നമുക്ക് ഫാൻസി വേദാന്തം ഫാൻസി ആയിട്ട് പഠിക്കുക, അത് അനുഭവമില്ലെങ്കിലും പഠിക്കുക. അമ്മയോട് അമൃതാനന്ദമയി ഇവിടെ ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ ഈ ആശ്രമത്തിൽ കർമ്മയോഗമാണോ പഠിപ്പിക്കുന്നത്, രാജയോഗമാണോ പഠിപ്പിക്കുന്നത്, ദ്വൈതമാണോ അദ്വൈതമാണോ? ഉടനെ അമ്മ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഇവിടെ അദ്വൈതം ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്.
ഞാനും നീയും വേറെ അല്ലെന്ന് പറഞ്ഞാൽ പോരാ, അത് ചെയ്ത് കാണിക്കണം. ഞാനും നീയും വേറെ അല്ലെന്ന് പറഞ്ഞാൽ പോരാ, ജാതിഭേദമില്ലാത്തൊരു മനസ്സ്, വർണ്ണഭേദമില്ലാത്തൊരു മനസ്സ്, കറുത്തവന് വെളുത്തവന് ഭേദമില്ലാത്ത മനസ്സ്, ആരെയും ആശ്ലേഷിക്കാനുള്ള മനോഭാവം. ആരും തൻ്റെ മകനാണ്. അയ്യപ്പൻ്റെ അവസ്ഥ നോക്കുക, അയ്യപ്പന് ഒരു ഭേദവുമില്ല. ആര് വന്നാലും അയ്യപ്പൻ അവിടെ ഇങ്ങനെ നിത്യസാക്ഷിയായി ദർശനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആരാണ്, ഏത് കുലത്തിൽ പിറന്നവനാണ്, ആരുടെ മകനാണ്, എത്ര കാശുണ്ട്, കാണിക്കയിട്ടോ, ഇതൊന്നും അയ്യപ്പന് പ്രശ്നമല്ല. അയ്യപ്പൻ നമുക്ക് ഈ പറഞ്ഞ അദ്വൈതം ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. രണ്ടാമതൊരു വശം, ചിന്മയാനന്ദ സ്വാമികളാണ് അവിടെ തത്വമസീന്ന് ബോർഡ് വെച്ചത്. 41 ദിവസം വ്രതമെടുത്ത് ആ സ്വാമിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ തത്വമസീന്ന് അവിടെ കാണും. തത്ത് അത്, ത്വം നീ ആകുന്നു. ഏതൊരു പരമാത്മ വസ്തുവിനെയാണോ നീ തിരയുന്നത്, പുറത്ത് തിരയുന്നത്, അത് ഉണ്മയിൽ നിന്റെ തന്നെ അസ്തിത്വമാണ്. ഇതാണ് അതിൻ്റെ പൊരുൾ. പക്ഷേ ഈ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിലെ പ്രത്യേകത, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്ന ഒരാൾ ഒരിക്കലും ഗുരുവായൂരപ്പനല്ലല്ലോ. രാവിലെ ഗുരുവായൂരേക്ക് കാറിൽ പുറപ്പെട്ടു, ഗുരുവായൂരപ്പനാണോ പോകുന്നതല്ല, അവിടെ ഭക്തൻ പോയി ഭഗവാനെ കാണുകയാണ്. പക്ഷെ ഇവിടെ മുദ്ര ഇട്ട് കഴിഞ്ഞാൽ, മുദ്ര അണിഞ്ഞു കഴിഞ്ഞാൽ, ചെറുമനായാലും പുലയനായാലും നായരായാലും നമ്പൂതിരിയാണെങ്കിലും അവൻ ആരാണ്? പിന്നെ അയ്യപ്പനാണ്. ഏതൊരു ദേവതയാണോ നമ്മൾ ദർശിക്കാൻ പോകുന്നത്, ആ ദേവത തന്നെ സ്വയം താനാണെന്ന് അഭേദ ബുദ്ധിയോടുകൂടി അനന്യഭക്തിയോടുകൂടി കാണുന്ന ഒരേ ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരേ ഒരു ക്ഷേത്രം ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് തത്വമസി. കാരണം നീ കാണാൻ വന്നിരിക്കുന്ന ഈ പൊരുൾ നിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പൊരുളാണ്. അതുകൊണ്ട് നിനക്കും എനിക്കും ഒരേ സ്റ്റേറ്റസ്. അതായത് ഞാനൊക്കെ പലപ്പോഴും കർണാടകത്തിലൂടെയൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ അയ്യപ്പന്മാർ നടന്നു വരികയാണ് കേരളത്തിലേക്ക്. സ്വാമിജി പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി, നേപ്പാളിൽ നിന്ന് വരുന്നു. സ്വാമിജി അല്ലേ പറഞ്ഞത്? നേപ്പാളിൽ നിന്ന്. വേറെ ഏതെങ്കിലും ഒരു മൂർത്തിക്ക് വേണ്ടി ഇത്രയും ഒരു ത്യാഗം എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ഉണ്ട് കേട്ടോ, കുന്നംകുളം വേർഷൻ ഉണ്ട്. ഇതിനൊക്കെ പണ്ട് കുന്നംകുളം പ്രോഡക്റ്റ് എന്ന് പറയും. അതായത് നല്ല ഒരു കളിപ്പാട്ടം, അതിന് കുന്നംകുളം വേർഷൻ കിട്ടും. അത്ര ക്വാളിറ്റിയുടെ വില കുറവായിരിക്കും. ഇതിൻ്റെ ഡ്യൂപ്പ് പുതിയ മലകയറ്റമൊക്കെ ഉണ്ട്, തൃശ്ശൂർ ഭാഗത്ത്, മലയാറ്റൂർ ഭാഗത്തൊക്കെ ഡ്യൂപ്പ് എപ്പോഴും ഉണ്ടാവും. ശ്രദ്ധിക്കുന്നു, ഈ അനുകരണങ്ങൾ വഞ്ചിതരാവാതിരിക്കാന്നൊക്കെ എഴുതില്ലേ, അതുപോലെ അയ്യപ്പനാണ്. ആ സ്ഥാനം ഉലകത്തിൽ മറ്റൊരു ദേവതയ്ക്കുമില്ല. കാരണം നാം പ്രാർത്ഥിക്കുന്ന മൂർത്തി നമ്മൾ തന്നെയാണെന്ന അഭേദമായ അനന്യമായ, അതല്ലേ ഗീതയിൽ പറയുന്നത്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യഭക്തിയോടുകൂടി എന്നെ ആരു ഭജിക്കുന്നുവോ ചിന്തിക്കുന്നുവോ അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ കൊടുക്കുകയും അതിൻ്റെ സംരക്ഷണം ഞാൻ തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഗീതയിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പ്രതിജ്ഞയുണ്ട്. ഈ അനന്യഭക്തി എന്താ? എന്നിൽ നിന്ന് വേറെയായിട്ടല്ല ഈ ദേവത, എൻ്റെ സ്വാത്മസ്വരൂപം തന്നെ, എൻ്റെ കർമ്മസാക്ഷി തന്നെ എന്ന ബോധ്യത്തിൽ ആരാധിക്കലാണത്. ഏറ്റവും ഉയർന്ന ഉപാസനാ മാർഗമാണ് ശബരിമലയിലുള്ളത്. ആ ഉപാസനാ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് വ്യവഹാരത്തിലൂടെ, നമ്മളൊരു വൃദ്ധവ്യവഹാര എന്ന് പറയും, ജീവിച്ച് അദ്വൈതം പഠിക്കണം. ആശ്രമത്തിൽ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയ ജോലി കക്കൂസ് കഴുകുക എന്നുള്ളതായിരുന്നു. കക്കൂസ് കഴുകുക എന്നുള്ളത്, അത് അമ്മയുടെ പിറന്നാൾ വരുമ്പോഴത്തേക്ക് ഹോസ്റ്റൽ ഒഴിഞ്ഞിട്ട് അവിടെയുള്ള 100 കണക്കിന് കക്കൂസ് കഴുകുക എന്നുള്ള. ഞാൻ വേദം പഠിച്ച്, സംഹിത പഠിച്ചു, വേദം പഠിച്ച ആളാണ്. എൻ്റെ ചിന്തയിൽ ഞാൻ ഇതൊന്നും പറ്റാത്ത ആളെന്നായിരുന്നു ഈ കക്കൂസ് കഴുകാൻ. അന്ന് ആ അഹന്ത അങ്ങ് കഴുകിപ്പോയി. നമ്മൾ ഒരു ഭക്തനെ സേവിക്കുമ്പോൾ നമ്മുടെ അഹന്തയാണ് ഇല്ലാതാവുന്നത്. സേവയേക്കാൾ വലിയൊരു പഠനമില്ല മറ്റൊരു ഭക്തന് വേണ്ടി. ഇപ്പോൾ ഇതെന്താണ്? ശബരിമല അയ്യപ്പ സേവാ സംഘമാണ്. ഈ വരുന്ന അയ്യപ്പന്മാരെല്ലാവരും അയ്യപ്പന്മാരാണ്. സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവ് തന്നെയാണ് ഈ വരുന്നത്. അവൻ ആന്ധ്രക്കാരനായിക്കോട്ടെ, തമിഴനായിക്കോട്ടെ, നേപ്പാളി ആയിക്കോട്ടെ, മലയാളി ആയിക്കോട്ടെ, ഈ അയ്യപ്പനാണ് ഈ വരുന്നത്. ഇവൻ്റെ ചെരുപ്പ് തുടച്ചു കൊടുത്താലും, അല്ലെ അവൻ്റെ പാദം കഴുകി കൊടുത്താലും, അവന് കുളിക്കാനുള്ള സൗകര്യം കൊടുത്താലും, അവന് ഉണ്ണാൻ ആഹാരം കൊടുത്താലും, അതെല്ലാം തന്നെ അയ്യപ്പന് ചെയ്യുന്ന സേവയാണ്. ആ സേവയിലൂടെ നമ്മുടെ അഹന്ത ഇല്ലാതാവുകയും നമുക്ക് അയ്യപ്പൻ അനുഗ്രഹം കിട്ടുകയും ചെയ്യും. സേവ ചെയ്യുന്നത് ഒരു അനുഗ്രഹമാണ്. ഗുരുവിനെ സേവിക്കുന്ന പോലെ തന്നെയാണ് അയ്യപ്പന്മാരെ സേവിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് വേദാന്തത്തെ ജീവിച്ച് കാണിക്കുന്ന പ്രവൃത്തിയാണ്. ഈ സേവയിലൂടെ മാത്രമേ നമ്മുടെ അഹന്ത ഇല്ലാതാവുകയുള്ളൂ. മറ്റൊരാൾ നമ്മളെക്കാൾ വലിയവനാണെന്ന് കാണുമ്പോഴല്ലേ സേവിക്കാൻ പറ്റുള്ളൂ. അഹന്തയോടുകൂടിയേ ഞാനെന്തിനാ അവന് അന്നദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹന്ത പോവില്ല. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ രാമകൃഷ്ണ പരമഹംസ ദേവനെടുത്ത് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ എല്ലാവരെയും സഹായിക്കാനുള്ള ശക്തി എനിക്കുണ്ടാവണം.
രാമകൃഷ്ണദേവനോട് സ്വന്തം ഗുരുവിനോട് പറഞ്ഞു, എല്ലാവരെയും സഹായിക്കാനുള്ള ശക്തി എനിക്ക് തരാൻ. ഉടനെ രാമകൃഷ്ണദേവൻ ഒറ്റ ആട്ടാണ്, ശപ്പ നീ ആരാടാ സഹായിക്കാൻ? സഹായിക്കുന്നത് എപ്പോഴും ഉയർന്ന നിലയിലുള്ളവർ താഴെയുള്ളവരാണ് സഹായിക്കുക, അല്ലേ? ദൈവസഹായം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നീ ആരാണ്? സേവിക്കാനുള്ള ശക്തി തരാനേ പ്രാർത്ഥിക്കാവൂ. കാരണം അവരാണ് ഈശ്വരൻ, നീ ദാസനും എന്ന് ഭാവിക്കണം. അത് വിവേകാനന്ദ സ്വാമിയുടെ കണ്ണു തുറപ്പിച്ചൊരു വാക്യമായിരുന്നു. നമ്മളെ കാണാൻ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനും അവരുടെ പാത്രം കഴുകാനും അവർക്ക് വസ്ത്രദാനം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അയ്യപ്പനെ സേവിക്കാൻ നമുക്ക് അവസരം കിട്ടി. നമുക്കാണ് അതിൻ്റെ ഗുണം. അവരെ നമ്മൾ സേവിക്കണം. അവർ നമ്മളെക്കാൾ ഉയർന്നവരാണ് എന്ന് ചിന്തിക്കണം. ഒരിക്കലേ ഒരു തമാശ പറയാം. ഒരു ആശ്രമത്തിൽ ഞാൻ പോയപ്പോൾ 2 സ്വാമിമാർ, ഒരാൾ അവിടുത്തെ ഇൻചാർജും മറ്റൊരാൾ സമയം തെറ്റി ചാർജ് എടുക്കാൻ. ഈ KCBയിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ മാറുന്നതിന് മുമ്പ് വേറൊരു ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ അവിടേക്ക് ഡെപ്യൂട്ടേഷൻ വരും. അപ്പോൾ ഇവർ തമ്മിൽ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സർക്കാർ ഓഫീസുകൾ കാണാറുണ്ട്. ഈ ആശ്രമത്തിൽ ഇതുപോലെ ഈ സ്വാമിജി പോകുന്നതിന് മുമ്പ് തന്നെ വേറൊരു സ്വാമി അവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. ഞാനവിടെ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ നമ്മൾ കണ്ടുപരിചയമുള്ള സ്വാമിയെ കണ്ടപ്പോൾ ഞാൻ പോയിട്ട് നേരെ ആദ്യം അദ്ദേഹത്തെ പോയിട്ട് വന്ദിച്ചു, നമസ്കരിച്ചു. അപ്പോൾ മറ്റേ സ്വാമി മലയാളം അറിയില്ല. അയാൾ എന്നോട് ചോദിക്കുക, വാട്ട് ഡു യു തിങ്ക് വി ആർ ഓൾ ഡോഗ്സ്? എന്നോട് നീ എന്താ വിചാരിച്ച്? നീ എന്താ എന്നെ നമസ്കരിക്കാതെ? ഞങ്ങളൊക്കെ എന്താ പട്ടികളാണോ? അപ്പം ഞാൻ സ്വാമിയോട് പെട്ടെന്ന് പറഞ്ഞു, സ്വാമിജി ഇഫ് യു തിങ്ക് സോ ഐ കാൺ കറക്റ്റ് ഇറ്റ്. സ്വാമിജി സ്വയം ഒരു നായാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് തിരുത്താൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ വേദാന്തം വ്യക്തമായിക്കൊള്ളുന്നില്ല. സേവ ചെയ്താൽ വേദാന്തം താനേ ഉള്ളിൽ വിടരും. എല്ലാം അയ്യപ്പൻ തന്നെ, എല്ലാം ആത്മസ്വരൂപം തന്നെ എന്ന അദ്വൈത അനുഭൂതിയിലേക്ക് നമ്മെ ഉയർത്തുന്ന ഒരേ ഒരു സാധന ഉണ്ടെങ്കിൽ അത് സേവയാണ്. അപ്പോൾ അയ്യപ്പന്മാരെ സേവിക്കാൻ പറ്റുന്നത് വലിയൊരു പുണ്യമാണ്. ഈ മഹത്തായ സംരംഭം വരും വർഷങ്ങളിലും തുടരണം. 2025 വരുമ്പോൾ അയ്യപ്പന് 1000 വയസ്സായി നമ്മുടെ അയ്യപ്പന്. പക്ഷേ നിത്യകുമാരനാണ്, ഒരിക്കലും പ്രായമാവാത്ത കുമാരനാണ്. അതാ ഈ ശിവൻ്റെ മക്കളുടെ പ്രത്യേകതയാണെന്ന് പറയും. നിത്യകുമാരന്മാരും കുമാരികളുമാണ്. എന്നും 16 വയസ്സാണ്. സുബ്രഹ്മണ്യൻ നിത്യകുമാരനാണ്. ഗണപതി നിത്യകുമാരനാണ്. ബാല നിത്യകുമാരിയാണ്. ഭദ്രകാളി നിത്യകുമാരിയാണ്. കന്യാകുമാരിയല്ലേ, നിത്യകുമാരിയാണ്. അതുപോലെ അയ്യപ്പനും നിത്യകുമാരനാണ്. ഈ ശിവൻ്റെ മക്കളുടെ എല്ലാം പ്രത്യേകതയാണ്. അപ്പോൾ വയസ്സാവുന്നില്ല. 1000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും കണ്ടിട്ടും മതിയാവാത്ത മൂർത്തിയാണ്. ഞാൻ ഒരിക്കൽ ഒരു തവണ ഞങ്ങളെല്ലാം ഒരുമിച്ച് കരിമല വഴിക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ മലയുടെ ഭഗവാനെ ദർശിക്കാൻ വേണ്ടി പൊന്നു 18-ാം പടി കയറി. നമുക്ക് ആ കുഞ്ഞു വിഗ്രഹം, വലിയ ഉയരമൊന്നുമില്ല, ചെറിയ വിഗ്രഹമാണ്. ആ കുഞ്ഞു വിഗ്രഹം ഒരു നോക്ക് കാണുമ്പോഴേക്ക് എവിടെ നിന്നറിയില്ല കണ്ണീർ പ്രവാഹമാണ്. താഴെ ഒഴുകുന്നതൊരു പമ്പ, കണ്ണിൽ നിന്ന് വേറൊരു പമ്പ ഒഴുകുകയാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ മുമ്പിലൊരു തമിഴൻ, ഒരു ഭക്തൻ വന്നിട്ട് പൊട്ടി കരയാണ്. നോട്ട് ബിക്കോസ് ഹീ സാഡ്, അയാൾ ദുഃഖിതനല്ല, ആനന്ദം. അയ്യപ്പൻ സ്വന്തം മകനാണെന്ന ബോധത്തിലുള്ള ആനന്ദം. അങ്ങനെ നമ്മിൽ ഭക്തിയും ശക്തിയും മുക്തിക്കുള്ള ഹേതുവുമായിരിക്കുന്ന അയ്യപ്പസ്വാമിയെ ഏറ്റവും വലിയ ശ്രദ്ധാമൂർത്തിയായി കണ്ട് ഈ ധർമ്മത്തിനെതിരെ ആരൊക്കെ പ്രവർത്തിച്ചു അവരെയൊക്കെ തീർച്ചയായിട്ടും സുഹൃത്തുക്കളായിട്ട് ഒരിക്കലും കരുതരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഗീതയോ ഭാഗവതമോ വേദമോ എന്തു പഠിച്ചാലും ധർമ്മബുദ്ധി ഉറച്ചില്ലെങ്കിൽ, അധർമ്മിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളും ഭീഷ്മരെ പോലെ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കപ്പെടുന്നത്. കൃഷ്ണൻ കേട്ടതുകൊണ്ട് ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത എന്താ? സാക്ഷാൽ നാരായണാവതാരമായ കൃഷ്ണൻ തന്നെ ആദ്യമായിട്ട് കേട്ടു അതെന്നുള്ളതാണ്. ഭീഷ്മർ ചൊല്ലിയപ്പോൾ ആ ഭീഷ്മർക്ക് പോലും ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ട് പോലും മഹാജ്ഞാനിയായിട്ട് പോലും വില്ലാളി വീരനായിട്ട് പോലും ആജന്മ ബ്രഹ്മചാരിയായിട്ട് പോലും ശരശയിൽ 6 മാസം രക്തം വാർന്നു പറഞ്ഞ ദുര്യോധൻ്റെ ചോറും മോരും തൈരും കൂട്ടിയ രക്തം മുഴുവൻ ഒലിച്ചുപോയി ധർമ്മബുദ്ധി ഉണർന്ന നേരം മാത്രം മരിക്കാൻ പറ്റി. ഉണ്ട് കിറ്റ് വാങ്ങി വോട്ട് ചെയ്തിരുന്നു വെറുതെ പോകുന്നു വിചാരിക്കുക. നിങ്ങൾ ഭീഷ്മരെക്കാൾ വലിയ പാപികളാണ്. ആരൊക്കെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനവൻ വോട്ട് ചെയ്ത് അവനവന് മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് പറയുന്നു ആരെയും ഈശ്വരൻ വെറുതെ വിടില്ല. കാരണം നമ്മുടെ ശ്രദ്ധ, എനിക്കൊക്കെ ഞാനൊരിക്കൽ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കോടതി വിധി വരുന്നത് 2018 സെപ്റ്റംബർ 28-ാം തീയതി. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അന്നം കഴിക്കാൻ പറ്റുന്നില്ല, അത്രയും വിഷമം. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളോട് അധർമ്മം ചെയ്ത പോലെയാണ്. ഇപ്പം നാളെ തന്നെ ഒരു സംഘം സ്ത്രീകളെ അങ്ങോട്ട് അയക്കും കയറാമെന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ വേദന നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് പറയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറയുന്നത് ഇത്തരം വൈതരണികൾ നമുക്ക് വരാൻ കാരണം
നമ്മൾ സംഘടിതരല്ലെന്നും നമുക്കൊരഭിപ്രായമില്ലെന്നും അയ്യപ്പനെപ്പോലും തൊട്ടാൽ നമ്മളൊന്നും പ്രതികരിക്കില്ലെന്നും കരുതിയവരായതുകൊണ്ടല്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇനിയെങ്കിലും അത്തരം കുറുക്കന്മാർക്ക് നമ്മുടെ ശ്രദ്ധാമൂർത്തികളെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്. ഒരുപാട് സംസ്കൃത ശ്ലോകങ്ങൾ പഠിച്ചതുകൊണ്ടൊന്നും ധർമ്മബോധം വന്നുകൊള്ളുന്നില്ല. അതിന് ഭീഷ്മർ തന്നെയാണ് സാക്ഷി. അതേ സമയത്ത് എനിക്കറിയാം, ഈ സ്വാമിക്ക് വേണ്ടിയിട്ട് റോഡിൽ തല്ലുകൊണ്ടിട്ടും ജയിലിൽ കിടന്നിട്ടും അനുഭവിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരെ എനിക്കറിയാം. സ്വന്തം ജീവിതം അയ്യപ്പന് വേണ്ടി ആ സമയത്ത് വെടിഞ്ഞ ഗുരുസ്വാമിമാരെ എനിക്കറിയാം. അവർ വേദാന്തമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് അയ്യപ്പൻ ആരാണ്? ഹൃദയമിടിപ്പാണ്, ജീവശ്വാസമാണ്. അതുപോലെ നമ്മുടെ എല്ലാ മൂർത്തികളെയും, നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളെയും, ആചാര്യന്മാരെയും, ആശ്രമങ്ങളെയും ജീവം നാഡിയായി കൊണ്ട് നടന്നില്ലെങ്കിൽ നാളെ ഒരിക്കൽ നിങ്ങളുടെ വീട്ടിൽ ഒരു തിരഞ്ഞെത്തും, നിങ്ങളുടെ ശ്രദ്ധാമൂർത്തികളുടെ ചിത്രങ്ങൾ അവിടെ നിന്ന് മാറുകയും പകരക്കാർ വരികയും ചെയ്യുമെന്ന് കരുതിയിരുന്നാൽ ഞാൻ ഈ പറയുന്ന സന്ദേശത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് മാത്രം പറയട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ ഉപാസിച്ചാൽ ഭുക്തിയും മുക്തിയും ഉണ്ടാവുക തന്നെ ചെയ്യും. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ്.